വെൽക്കം ടു ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 13. മിസ്റ്റർ രാജീവ്, എ പാർട്ട്ണർ ഇൻ എ ഫേം, വിഡ്രൂ 2000 ഈച്ച് എവറി മന്ത് ഫ്രം ദി ഫേം. അപ്പോൾ ഇയാളുടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 2000 ഈച്ച്. ഇപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2000 into 12. Calculate the amount of interest on drawings at the rate of 8% per annum, assuming that he withdraws the amount. ഇപ്പോൾ രണ്ട് കേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് at the beginning of each month, at the end of each month. At the beginning of each month ആണെങ്കിൽ നമുക്ക് ആവറേജ് പീരീഡ് എടുക്കേണ്ടത് എത്രയാണ്? 6.5/12 ആണ് ആവറേജ് പീരീഡ്. അതേസമയം അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറയുമ്പോൾ 5.5/12. ഇനി എങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ചെയ്തു നോക്കാം. Interest on drawings. First case, at the beginning of each month. അപ്പോൾ അത് കാണുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ഡ്രോയിങ്സ് 2000 into 12 24,000 കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് കേസിൽ എന്താണ് ചെയ്യുന്നത്? അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ്, അതായത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6.5/12 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്, ഫസ്റ്റ് ഡേ ഓഫ് അല്ലെങ്കിൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആയതുകൊണ്ട് 6.5/12. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ടോട്ടൽ ഡ്രോയിങ്സ് 24,000 into rate 8%, 8/100 into 6.5/12 equals, നമുക്കിവിടെ ആൻസർ കിട്ടും 1040 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞത്? അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. അപ്പൊ സെക്കൻഡ് കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് 24,000 into 8/100, rate 8%, അപ്പോൾ 8/100 into 5.5/12. എൻഡ് ഓഫ് ദി മന്ത് ആയതുകൊണ്ട് 5.5/12 കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആൻസർ കിട്ടുന്നത് 880 എന്ന് കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറയുമ്പോൾ 6.5/12, അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത് എന്ന് പറയുമ്പോൾ 5.5/12 നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. അനു ആൻഡ് മനു ആർ പാർട്ട്നേഴ്സ്. അനു ഡ്രോസ് 5,000 on first day of every month and Manu draws rupees 10,000 on the last day of every month. Calculate interest on drawings at 6% per annum. അപ്പോൾ നമുക്ക് അനു വിഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണ്. അതേസമയം മനു വിഡ്രോ ചെയ്യുന്നത് ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഡേ ആവുമ്പോൾ 6.5/12 ആണ് ആവറേജ് പീരീഡ്. അതേസമയം ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് എന്ന് പറയുമ്പോൾ 5.5/12. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ തന്നേക്കുന്നത് അനു ഡ്രോസ് 5,000
അപ്പോൾ Anu's ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. Anu's ടോട്ടൽ ഡ്രോയിങ്സ് equals 5,000 into 12. That is 60,000. Ni interest on drawings. Interest on drawings എന്ന് പറയുന്നത് എത്രയാണ്? 60,000 into ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6% ആണ്. അപ്പൊ 6/100 into 6.5/12. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് 6.5/12. എത്രയാണ് എമൗണ്ട് കിട്ടാന്ന് നോക്കാം. നമുക്ക് ആൻസർ കിട്ടുന്നത് 1,950 എന്ന് കിട്ടും. 1,950 ആണ് ആൻസർ കിട്ടിയത്. ദെൻ ഇനി നമുക്ക് അടുത്ത ആളുടെ നോക്കാം. മനു ഡ്രോസ്. അപ്പൊ മനൂസ് ടോട്ടൽ ഡ്രോയിങ്സ്. മനൂസ് ടോട്ടൽ ഡ്രോയിങ്സ് 10,000 പെർ മന്ത് ആണ്. അപ്പൊ 10,000 into 12. That is 1,20,000 എന്ന് കിട്ടും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. Interest on drawings 1,20,000 into 6/100 into 5.5/12 equals നമുക്ക് ആൻസർ കിട്ടുക 3,300 എന്ന് കിട്ടും. നമ്മളിപ്പോൾ 2024 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്യും. സെയിം മെത്തേഡ് തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കുക. റഹീം ആൻഡ് സലീം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. They share profits equally. Their monthly drawings are 2,500 each. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കാണാൻ എന്ത് ചെയ്യണം? 2,500 into 12. Interest on drawings is charged at 12% per annum. Calculate interest on Rahim's drawings for the year 2022, assuming that drawings are made in the beginning of every month, middle of every month and at the end of every month. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഇവിടെ ടോട്ടൽ ഡ്രോയിങ്സ് 2,500 into 12 ചെയ്യണം. നമുക്ക് 30,000 ഇത് കിട്ടും. 30,000 into ഇൻട്രസ്റ്റ് റേറ്റ് 12%. അപ്പൊ 12/100 into ബിഗിനിങ് ഓഫ് എവറി മന്ത് എന്ന് പറയുമ്പോൾ 6.5/12. മിഡിൽ ഓഫ് മന്ത് എന്ന് പറയുമ്പോൾ 6/12. എൻഡ് ഓഫ് എവറി മന്ത് എന്ന് പറയുമ്പോൾ 5.5/12. ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ റഹീംസ് ടോട്ടൽ ഡ്രോയിങ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. റഹീംസ് ടോട്ടൽ ഡ്രോയിങ്സ് അതായത് 2,500 into 12. ദാറ്റ് ഈസ് 30,000 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫസ്റ്റ് കേസ് നമ്മളോട് പറഞ്ഞത് ദി ബിഗിനിങ് ഓഫ് എവരി മന്ത്. ബിഗിനിങ് ഓഫ് എവരി മന്ത് നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ഡ്രോയിങ്സ് 30,000 into നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 12% ആണ്. 12/100 into 6.5/12. കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും. നമുക്ക് ആൻസർ കിട്ടുക
1950 എന്ന് കിട്ടി. Then second case, in the middle of every month. മിഡിൽ ഓഫ് എവറി മന്ത് ആകുമ്പോൾ വ്യത്യാസം വരുന്നത് എന്താണ്? ആവറേജ് പീരീഡിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതായത് 30,000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12 എന്ന് വരും. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് 1,800 എന്ന് കിട്ടിയ ആൻസർ. ദെൻ തേർഡ് കേസ്, അറ്റ് ദി എൻഡ് ഓഫ് എവറി മന്ത്. At the end of every month, ആവറേജ് പീരീഡ് നമ്മൾ എടുക്കുന്നത് 5.5/12. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുക 30,000 ഇൻറ്റു 12/100 ഇൻറ്റു 5.5/12. ആൻസർ കിട്ടുക 1,650. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടത്.